അങ്ങനെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷിലെ റൂട്ട് വേർഡ് സ്റ്റഡിയിലൂടെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ റൂട്ട് വേർഡ് എന്താ അറിയോ? സ്റ്റാൻഡ്. STAND. സ്റ്റാൻഡ്. സ്റ്റാൻഡ് എന്നുള്ള വേർഡും ഇംഗ്ലീഷിലെ സ്റ്റേ STAY എന്നുള്ള വേർഡും ഒരേ റൂട്ടാണ്. അതിന്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടിനും മീനിങ് സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ. അത് സ്റ്റാൻഡിങ് അപ്രൈറ്റ് ഈസ് കോൾഡ് എ സ്റ്റാൻഡിങ്. ഓക്കെ, കീപ്പിംഗ് എ സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ. അതിന്റെ രണ്ടിന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? STEH എന്ന സ്പെല്ലിംഗ് വരുന്ന ഒരു പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ഒറിജിൻ ആണ് അതിനുള്ളത്. ഇനി നമുക്ക് സ്റ്റാൻഡായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ട് ചെയ്യുന്ന വേർഡുകൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡ് ഇറ്റ് സെൽഫ്. Then standard. Then standpoint. Then comes understand and misunderstand. Then comes distant and instant. നോക്കൂ, ഇതിലെല്ലാം സ്റ്റാൻഡ് ഉണ്ട്. ഇതിലെല്ലാം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ദെൻ സബ്സ്റ്റാൻഷിയേറ്റ് എന്നുള്ള കേട്ടില്ല നിങ്ങൾ? സബ്സ്റ്റാൻഷിയേറ്റ് അതിലും എന്തുണ്ട്? സ്റ്റാൻഡേർഡ്. സബ്സ്റ്റാൻഷിയേറ്റ് ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാം. ഓക്കെ, നൗ സ്റ്റാൻഡേർഡ് ക്ലോസ്ലി കണക്ട് ആയിട്ടുള്ള മറ്റൊരു വേർഡാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്റ്റേ. ഇത് രണ്ടിന്റെ റൂട്ട് STEH. ദാറ്റ് മീൻസ് കീപ് എ പൊസിഷൻ, കീപ് എ സ്റ്റാൻഡിംഗ് പൊസിഷൻ ഓർ സ്റ്റെബിലിറ്റി. അതിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ് രാഷ്ട്രമായാലും ഒരു പൊസിഷൻ ആയാലും സ്റ്റേറ്റ്. ദെൻ സ്റ്റേച്ചർ, STATURE, സ്റ്റേച്ചർ. ദെൻ സ്റ്റേ പറഞ്ഞു, സ്റ്റേ. ദെൻ steadfast. Then establish എന്നുള്ള വേർഡ് ഇനി വരുന്നുണ്ടേ. നോക്കൂ, സ്റ്റോപ്പ് എന്നുള്ള വേർഡില് സ്റ്റേ ഉണ്ട്. ദെൻ സ്റ്റിർ എന്നുള്ള വേർഡിൽ സ്റ്റേ ഉണ്ട്. സ്റ്റീർ STEER എന്നുള്ള വേർഡിലുണ്ട്. സ്റ്റിമുലസ് എന്നുള്ള വേർഡിൽ സ്റ്റേ ഉണ്ട്. ദെൻ സ്റ്റേബിൾ എന്നുള്ള വേർഡിലുണ്ട്. ദെൻ സ്റ്റാപ്പിൾ STAPLE സ്റ്റാപ്പിൾ എന്നുള്ള വേർഡിലുണ്ട്. സ്റ്റിറപ്പ് എന്നുള്ള വേർഡിലുണ്ട്.